ഹായ് ബഡീസ്, നമുക്കിന്ന് അപ്സൈക്കിൾ ചെയ്താലോ? ഇത് അപ്സൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേളിലുള്ള സ്റ്റിക്കർ ഉണ്ടല്ലോ, അത് ഞാൻ കുറച്ച് ദിവസം എണ്ണ ഇങ്ങനെ തൂത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തൂത്ത് വെച്ചിട്ട് നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ വെച്ച് തുടയ്ക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് അത് ഊരിപ്പോരും. അപ്പം നമുക്കിത് ക്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങാം. അഭി നാ ജാവോ ഛോഡ് കർ कि दिल अभी भरा नहीं, अभी ना जाओ छोड़ कर कि दिल अभी भरा नहीं. ഫൈനലി സാധനം റെഡി ആയിട്ടുണ്ട്. ഇപ്പം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൊരു ലേഡീനെ വരയ്ക്കാമെന്നാണ് ഞാൻ വിചാരിക്കണത്. ഈ വേവ്സ് കണ്ടോ, അത് ഹെയർ ആയിട്ട് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഇത് കണ്ടോ, ഇതാണ് ഞാൻ റഫായിട്ട് ചിന്തിച്ച് വെച്ചിരിക്കണത്. അപ്പോൾ നമുക്ക് ഇതിൽ പ്രയോഗിക്കാൻ തുടങ്ങാം കേട്ടോ. ഈശ്വര എന്നെ കാത്തോളണേ. കരിമിഴിക്കുരുവിയെ കണ്ടില്ല, നിൻചിരിമണി ചിലമ്പൊലി കേട്ടില്ല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല. കരിമിഴിക്കുരുവിയെ കണ്ടില്ല, നിൻചിരിമണി ചിലമ്പൊലി കേട്ടില്ല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല. കാവിൽ വന്നില്ല, രാപൂരം കണ്ടില്ല, മായക്കൈ കൊട്ടും മേളവും കേട്ടില്ല. കരിമിഴിക്കുരുവിയെ കണ്ടില്ല, നെഞ്ചിരിമണിച്ചിലും കേട്ടില്ല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല. ആനച്ചന്തം പൊന്നാമ്പൽ ചമയം നിന്നാണ് ചിമിഴിൽ കണ്ടില്ല. കാണാക്കടവിൽ പൊന്നൂഞ്ഞാൽ പടിയിൽ നിന്നോണച്ചിന്നും കേട്ടില്ല. ഓ കളപ്പുരക്കോലിൽ നീ കാത്തു നിന്നില്ല, മരക്കുടക്കോണിൽ മെല്ലിമി ഒളിച്ചില്ല, പാട്ടൊന്നു പാടില്ല, പാൽ തുള്ളി പെയ്തില്ല, പാട്ടൊന്നു പാടില്ല, പാൽ തുള്ളി പെയ്തില്ല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല, 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 നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല. കരിമിഴിക്കുരുവിയെ കണ്ടില്ല, നെഞ്ചിരിമണിച്ചിരം കേട്ടില്ല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല. കാവിൽ വന്നില്ല, രാപൂരം കണ്ടില്ല, മായക്കൈ കൊട്ടും മേളവും കേട്ടില്ല. കരിമിഴിക്കുരുവി കണ്ടില്ല, നെഞ്ചിരിമണിച്ചിരം കേട്ടില്ല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല. പാട്ട് പാടി കഴിഞ്ഞപ്പോഴേക്കും വരയും കഴിഞ്ഞു. അപ്പം നമുക്കിനി ബ്ലാക്ക് ആക്രിലിക് കളർ എടുത്ത് ഇതുപോലൊരു തിൻ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ നൈസായിട്ട് അങ്ങനെ വരയ്ക്കാൻ തുടങ്ങണം. എന്തായാലും എൻ്റെ ഇമാജിനേഷൻ നല്ലോണം വർക്കായി. സംഭവം നല്ല അടിപൊളി സുന്ദരിയായിട്ടുള്ളൊരു പിക്ചർ എനിക്ക് വരയ്ക്കാൻ പറ്റി. അപ്പോൾ ഇതുപോലത്തെ ക്രാഫ്റ്റ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ കമൻറ്റ് ഇടുമ്പോഴായിരിക്കും എനിക്കിനി അടുത്തത് എന്താണ് ചെയ്യേണ്ടത് എന്നതിനുള്ളൊരു ഇൻസ്പിറേഷൻ കിട്ടുന്നത്. ആൻഡ് ഈ ചാനലിൽ മെയിനായിട്ട് നമ്മൾ ഈ ചുറ്റുപാടും വേസ്റ്റാണ് എന്ന് വിചാരിച്ച് കളയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്കത് വെച്ചിട്ടൊരു നല്ലൊരു അടിപൊളി മേക്ക് ഓവറായിട്ട് നമുക്കത് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാം എന്നതിൻ്റെ ഒരു ഗവേഷണമാണ് ഈ ചാനൽ. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സരിമ പപ്പ മദ സസ സരിമ പപ്പ മദ സസ സരിമ പപ്പ മദ മപദ സനി ദ പ മദ പ മരി ധരി ദ ദ സരിമ പപ്പ മദ മപദ സ സരി നീ ദ
മലകളെ മലകളെ ഇത് എന്നെ കനവാ, മലകളെ മലകളെ ഇത് എന്നെ നിனைவா, ഉരുകിയതേ எனதுள்ளம் பெருகியதே விழி வெள்ளம், விண்ணோடு நீதான் மண்ணோடு நீதா கண்ணோடு நீதா வா, மலகளே மலகளே இது என்ன கனவா, மேகம் திறந்து கொண்ட மண்ணில் இறங்கி வந்த மார்பில் ஒளிந்து கொள்ளவா, மார்பில் ஒளிந்து கொண்ட மாறன் அன்பு வரும் கூந்தல் ஒளிந்து கொள்ள வரவா, என் கூந்தல் தேவன் தூங்கும் பள்ளி அறையாய் அறையாய், மலர் சூடும் வயதில் என் மறந்து போவது தான் முறையா, நினைக்காத நேரம் இல்லை காதல் ரதியே ரதியே, உன் பேரை சொன்னால் போதும் நின்று வழிவிடும் காதல் நதியே, என் சுவாசமுன் மூச்சில் உன் வார்த்தையின் பேச்சில் ஐந்தாறு நூற்றாறு வாழ்வோமின் வாழ்வே வா, மலகளே மலகளே இது என்னை கனவா, மலகளே மலகளே இது என்னை நினைவா, உருகியதே எனதுள்ளம் பெருகியதே விழி வெள்ளம், விண்ணோடு நீதான் மண்ணோடு நீதா கண்ணோடு நீதா வா, മലകളെ മലകളെ. ഞാൻ ഈ പാടുന്ന പാട്ടൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷനിലുള്ള പാട്ട് പറയുകയാണെങ്കിൽ നെക്സ്റ്റ് ടൈം എന്തായാലും ആ പാട്ട് എൻ്റെ ക്രാഫ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു വെച്ചാൽ, ഞാൻ എപ്പോഴും പാട്ടിങ്ങനെ മൂളിപ്പാട്ടാണ് പാടുക. അപ്പം തുറന്ന് ഞാൻ പാടില്ല കേട്ടോ. എപ്പോഴും ഇങ്ങനെ മൂളിപ്പാട്ട് പാടി പാടി ഈയിടെ ഒരു വേദിയിൽ എനിക്ക് പാട്ട് പാടാനുള്ളൊരു അവസരം വന്നു. അപ്പോൾ അങ്ങനെ പാടാൻ നേരത്ത് എനിക്ക് എങ്ങനെ പോയാലും ആ ഒരു ചെറിയ മൂളിപ്പാട്ടിലേ പാടാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, അങ്ങനെ തുറന്നല്ലല്ലോ പാടുന്നത്, ഒരു പയ്യനെ ആരും കേൾക്കരുത് എന്നുള്ള രീതിയിൽ. ഇപ്പം ഞാനിപ്പോൾ വീട്ടിൽ ഇരുന്ന് പാടുകയാണെങ്കിലും എന്തുട്ടാണ് നമ്മൾക്ക് നമ്മുടെ നെയ്ബേഴ്സിനൊന്നൊരു ബുദ്ധിമുട്ടാവരുത് എന്ന് തോന്നൽ, അല്ലെങ്കിൽ വേറൊരാൾക്ക് അതൊരു ബുദ്ധിമുട്ടാവരുത് എന്ന രീതിയിൽ ഞാനെപ്പോഴും ഒരു മൂളിപ്പാട്ടാണ് പാടാറ്. പക്ഷെ അങ്ങനെ പാടി 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 ഇപ്പം എനിക്കിപ്പോൾ ഹൈ ഇതിൽ വരണേ ഇല്ല. പക്ഷെ ഞാനിപ്പോൾ അത് മനസ്സിലാക്കി ഈ വേദിയിൽ ഇങ്ങനെ പാടാൻ പറ്റിയതുകൊണ്ട് ഞാനത് അനലൈസ് ചെയ്തു. ആൻഡ് ഞാനതിൽ നിന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. ഇപ്പോൾ എവറി ഡേ ഞാൻ കുറച്ച് പാട്ട് ഞാൻ തുറന്ന് പാടാൻ ശ്രമിച്ചു. അപ്പം ഈ കേൾക്കുന്നവരിൽ ആരെങ്കിലും പാട്ടുകാരുണ്ടെങ്കിൽ എന്നും അതൊരു പ്രാക്ടീസായി വെക്കണം. എന്നും നമ്മൾ നല്ല അത്യാവശ്യം വോയിസൊക്കെ എടുത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ നമ്മൾ പറഞ്ഞ് ഇപ്പോൾ ലേഡീൻ്റെ ഫേസും എല്ലാം അടിപൊളിയാക്കി വരച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹെയർ കണ്ടോ, ഈ ലേഡിക്ക് നല്ല കേളി ഹെയർഡായിട്ടുള്ള ഹെയർ ആണെങ്കിൽ ഒന്നാമത് ഈ ബോട്ടിൽ തന്നെ ആ ഒരു വേവി ഷേപ്പ് ഉണ്ട്. അപ്പം ഈ ലേഡിക്ക് കേളി ഹെയർഡും കൂടി ആയപ്പം കുറച്ചും കൂടി ഭംഗി വെച്ചു എന്ന് തോന്നുന്നുണ്ടല്ലേ. നല്ല രസമല്ലേ കാണാൻ. പിന്നെ ഞാനിത് വരയ്ക്കുന്ന സമയത്ത് വളരെ സ്ലോയിലാണ് വരയ്ക്കണത്. ഇത് ഞാൻ 2x കാണിക്കുന്നത് കേട്ടോ. 2x കാണിച്ചിട്ടും അത്യാവശ്യം സ്ലോ ആണ്, അറിയാലോ. അപ്പോൾ അത്ര പയ്യനെ, നമ്മളിപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മളൊരു ബിഗിനർ ആണെങ്കിൽ വളരെ പയ്യനെ വേണം നമ്മൾ ആ ഒരു സ്ട്രോക്സൊക്കെ വരയ്ക്കാൻ. ബിക്കോസ് എന്താ വെച്ചാൽ ഇതൊരു സ്ട്രെയിറ്റ് സർഫസ് അല്ലല്ലോ, ഇതൊരു കേർവ്ഡ് ആയിട്ടുള്ളൊരു വല്ലാത്ത ഷേപ്പാണല്ലോ.
അപ്പോൾ ആ ഷേപ്പിനനുസരിച്ച് നമ്മുടെ ബ്രഷ് വരണമെങ്കിൽ നമുക്ക് ആ ഒരു വഴക്കം ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ സ്ലോലി ചെയ്യണം. അങ്ങനെ ലേഡി ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല സുന്ദരിയായിട്ടില്ലേ ലേഡീനെ കാണാൻ? ഓക്കെ, നമുക്കിനി ഗാർഡനിലോട്ട് പോകാം. ഇവിടെ ഈ കൊട്ടയിൽ കുറച്ച് ഞാൻ മണ്ണെടുത്തിട്ടുണ്ട്. ഇനി ഇത് കണ്ടോ, ഇതിൽ നമുക്ക് മണ്ണ് നിറയ്ക്കാം. പിന്നെ ഈ പെയിൻറ്റ് ഉണങ്ങിയിട്ട് വേണം കേട്ടോ നമ്മൾ മണ്ണ് നിറയ്ക്കാൻ. അപ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക് കവർ എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ബോട്ടിൻ്റെ ഉള്ളിൽ വെച്ച് ഇങ്ങനെ പയ്യനെ ഇങ്ങനെ മണ്ണ് നിറയ്ക്കണം കേട്ടോ. പെയിൻ്റ് അടിച്ച ഉടനെ നമ്മൾ മണ്ണ് നിറയ്ക്കാൻ പോയാൽ നമ്മൾ ചമ്മിപ്പോകും. അതുകൊണ്ട് ഈ വാട്ടർ ബോട്ടിൽ നന്നായി ഉണങ്ങിയിട്ട് മാത്രമാണ് നമ്മൾ ഇത് മണ്ണ് നിറയ്ക്കാവുള്ളൂ കേട്ടോ. കണ്ടോ, വെരി സിമ്പിൾ. അങ്ങനെ സംഭവം റെഡിയായി. ഓക്കെ, ഇനി നമുക്ക് എന്ത് പ്ലാന്റാണ് നിറയ്ക്കാം എന്നാലോചിച്ചിരുന്നപ്പോഴാണ് നമുക്കിതിൽ ബേബി ടിയർ പ്ലാന്റ് നിറയ്ക്കാമെന്ന് വിചാരിച്ചത്. കാണാൻ നല്ല ഭംഗിയല്ലേ, അപ്പം നല്ലൊരു ഹെയറിൻ്റെ ഒരു ടെക്സ്ചർ വരും. അങ്ങനെയൊക്കെ ഒരു മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ എന്താവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ആസ് ഓഫ് നൗ എൻ്റെ മനസ്സിൽ ഇതാണ് ഐഡിയ. ഇപ്പോൾ കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ? എന്ത് സുന്ദരിയായിരിക്കുന്നു എൻ്റെ ക്രാഫ്റ്റ്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് കരിഞ്ഞിരിക്കണ ബേബി ടിയർ പ്ലാന്റ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഒരു ഷേപ്പ് വരുത്തണ്ടേ? അഭി നാ ജാവോ ഛോഡ് കർ കി ദിൽ അഭി ഭരാ നഹീ, അഭി നാ ജാവോ ഛോഡ് കർ. അങ്ങനെ ഫൈനലി എൻ്റെ ക്രാഫ്റ്റ് റെഡിയായി. സുന്ദരി പെണ്ണ് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ആ വെള്ളമൊക്കെ നമുക്കൊന്ന് ഒപ്പിക്കളയാം കേട്ടോ. ഓ ഗോഡ്, കുറച്ച് പെയിൻ്റൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട്. പക്ഷെ സാരമില്ല, നമുക്കിത് വീണ്ടും ചെറുതായിട്ട് ആ പെയിൻറ്റ് പോയവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുത്താൽ മതി. കണ്ടോ, ഇറ്റ്സ് വെരി സിമ്പിൾ. കണ്ടോ, വേസ്റ്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെച്ച സാധനം നമ്മളൊരു ആർട്ട് ഫോമാക്കി മാറ്റിയപ്പം എന്ത് ഭംഗിയാണല്ലേ കാണാൻ. ഇത് നമുക്കൊരു ഹോം ഡെക്കോറായിട്ട് വെക്കാമല്ലോ. അപ്പോൾ വീട്ടിൽ ഇതുപോലത്തെ ബോട്ടിൽസൊക്കെ അവൈലബിൾ ആണെങ്കിൽ ഇങ്ങനെ ക്രാഫ്റ്റ് ഉണ്ടാക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റും ലൈക്കും എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരു പാട്ടോടുകൂടി ടാറ്റ ബൈ ബൈ, സീ യു സൂൺ. അഭി നാ ജാവോ ഛോഡ് കർ कि दिल अभी भरा नहीं.